ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വളരെ എഫക്റ്റീവായ ഒരു ഫേസ് പാക്കാണ്. ഇത് നമ്മുടെ സ്കിന്നിലുള്ള ഒരു പ്രോബ്ലം അല്ല, സൺ ടാനോ അല്ലെങ്കിൽ ഡെഡ് സെൽസോ മാത്രമല്ല, നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിനെല്ലാത്തിനും ഒരു വൺ സ്റ്റെപ്പ് സൊല്യൂഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. കറുത്ത പാടുകൾ, പിഗ്മെൻറ്റേഷൻ ഉണ്ടാകുക, മുഖത്ത് നമ്മൾ കുറേ കാലം കൊണ്ട് സ്കിൻ കെയർ ഒന്നും ചെയ്യാത്ത കാരണം ഡൾനെസ് ഉണ്ടാകുക, ഡെഡ് സെൽസ് ഒക്കെ അക്യുമുലേറ്റ് ആയിട്ട് നമുക്കൊരു ഫ്രഷ്നെസ് ഇല്ലാതെ, സ്കിൻ ഒട്ടും സോഫ്റ്റ് അല്ലാതെയൊക്കെ തോന്നുക. ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം മാറുന്നതിനോടൊപ്പം നമുക്ക് വെയിലേറ്റിട്ടുള്ള കരിവാളിപ്പുണ്ട്, അതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. ഇത് നമുക്ക് മുഖത്ത് മാത്രമല്ല, കഴുത്തിലും കയ്യിലും കാലിലും ഒക്കെ യൂസ് ചെയ്യാം. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഏതൊരു പ്രായക്കാർക്കും ചേരുന്നതാണ്. 18 വയസ്സ് മുതൽ അങ്ങോട്ട് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ എക്സ്ഫോളിയേറ്റേഴ്സ് ഒന്നും തന്നെ അധികം യൂസ് ചെയ്യണ്ട, സാധാരണയുള്ള ഫേസ് വാഷ് മാത്രം ഉപയോഗിച്ചാൽ മതി. കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്കിൻ ഇങ്ങനെ പീലായിട്ട് ഡെഡ് സെൽസ് ഒക്കെ താനെ റിമൂവ് ആകുന്ന ഒരു പ്രോസസ്സ് വളരെ പെട്ടെന്ന് നടക്കും. പക്ഷേ കുറച്ച് ഏജ് ആകുന്തോറും അത് വളരെ സ്ലോ ആയിട്ടേ നടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇത് ആഴ്ചയിൽ ഏതൊക്കെ ദിവസം യൂസ് ചെയ്യാം, എപ്പോഴൊക്കെ യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനും കണ്ടു നോക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുള്ളൂ. ഒപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമ്മൾ ഓൾറെഡി സ്കിന്ന് നന്നായിട്ട് വാഷ് ചെയ്യണം. അതായത് നമ്മൾ ഫേസ് വാഷൊക്കെ യൂസ് ചെയ്ത് സോപ്പ് ഉപയോഗിച്ചോ നന്നായിട്ടൊന്ന് കഴുകുക. അതിനുശേഷം ഈ ഒരു പാക്ക് നമുക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. ഇത് വെച്ചാണ് നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ നറിഷ് ചെയ്യാൻ വേണ്ടി പാക്കായിട്ട് യൂസ് ചെയ്യുന്നത്. മുടിയൊക്കെ ഒതുക്കി മാറ്റി കെട്ടി വെക്കുക, അല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവും, നമ്മുടെ പാക്കിലൊക്കെ പറ്റി പിടിച്ചിരിക്കും. അടുത്തതായിട്ട് നമുക്ക് പാക്ക് പ്രിപ്പയർ ചെയ്യാം. സോ ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ റാഗിയുടെ പൊടിയാണ്. ഇത് ഞാൻ നാച്ചുറലായിട്ട് പൊടിച്ചെടുത്തതൊന്നുമല്ല, പാക്കറ്റായിട്ട് വാങ്ങിയതാണ്. അപ്പം ഇടയ്ക്ക് മുന്നേ റാഗിയുടെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു പാക്കറ്റിലുള്ളത് വാങ്ങാമെന്ന്. ആ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് പാക്കറ്റിലുള്ളത് യൂസ് ചെയ്യാമെന്ന്. ഓക്കെ, സോ പാക്കറ്റിലുള്ളത് യൂസ് ചെയ്യാം. നമുക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കുക. റാഗി വാങ്ങിച്ചിട്ട് അതിങ്ങനെ കുതിർത്ത് ഉണക്കി പൊടിച്ച് വെക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നാണെങ്കിൽ ഇതുപോലെയും ചെയ്ത് യൂസ് ചെയ്യാം. ചെയ്യാനൊന്നുമില്ല, നമ്മൾ വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കുക. റാഗിയുടെ പൊടിയായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഒബ്വിയസ്ലി ഏറ്റവും നല്ലതും പ്യുവർ ആയിട്ടുള്ളതും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ എപ്പോഴും അത് പറ്റത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇതും നല്ല റിസൾട്ട് തന്നെ തരും. സോ നമുക്ക് ഇത് നമ്മൾ കഴിക്കാൻ എടുക്കുന്ന റാഗി പുട്ടൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന പൊടിയാണ്. സോ ഇത് നമുക്ക് സ്കിന്നിൽ യൂസ് ചെയ്യാനും നല്ലതാണ്. അടുത്തതായിട്ട് തക്കാളിയുടെ നീര് ചേർത്ത് കൊടുക്കാം. റാഗിയുടെ പൊടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് എളുപ്പത്തിൽ നമുക്കൊരു മാറ്റം കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റാഗിയുടെ പൊടി നമ്മുടെ ഒരു സ്കിൻ കെയറിൻ്റെ പാർട്ടാക്കി മാറ്റണം. നല്ല രീതിയിൽ സ്കിൻ സൺ ടാൻ അടിച്ച് കരിവാളിച്ച് ഒരു കെയറും കൊടുക്കാണ്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും നല്ല രീതിയിൽ സ്കിന്നിനെ റെജുവിനേറ്റ് ചെയ്ത് റിപ്പയർ ചെയ്ത് കൊണ്ടുവരാനും നമ്മുടെ റാഗിയുടെ പൊടി വളരെ നല്ലതാണ്. പിഗ്മെൻറ്റേഷൻസ് റിമൂവ് ചെയ്യാനും നല്ലതാണ്. അടുത്തതായിട്ട് ഞാൻ ഈ തക്കാളിയുടെ നീരും റാഗി പൊടീൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. തക്കാളിയുടെ നീരും തൈരും നമുക്ക് ബെസ്റ്റായിട്ട് യൂസ് ആക്കാൻ പറ്റുന്നത് സൺ ടാൻ റിമൂവ് ചെയ്യാനും സ്കിൻ സെൽസിനെ റിപ്പയർ ചെയ്യാനും ഒക്കെ നല്ലതാണ്. അതായത് നമുക്കിപ്പം നല്ല രീതിയിൽ ടയേർഡ്നെസ് ഫീൽ ആകുന്നുണ്ട്, സ്കിന്നിൽ ഒട്ടും തന്നെ ജീവനില്ലാത്ത പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 ദിവസം യൂസ് ചെയ്യണം. കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പം എങ്ങനെയാണെന്ന് ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ആ ഒരു രീതിക്ക് തന്നെ ഉപയോഗിക്കണം, എന്നാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. 3 ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത്: റാഗിപ്പൊടി, തക്കാളിയുടെ നീര്, ഒപ്പം തൈര്. ഈ 3 ഇൻഗ്രീഡിയൻസ് നമുക്ക് വീട്ടിൽ കിട്ടുന്നതാണ്, അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഇത് 3ഉം കൂടെ മിക്സ് ആക്കുക. മിക്സാക്കി നല്ല ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു റിസൾട്ട് വേണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3 ദിവസം നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അല്ലാതെ കുറേ നാൾ കൊണ്ട് സ്കിൻ കെയർ ഒന്നും ചെയ്യാതെ പെട്ടെന്നാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ ഒറ്റ ദിവസത്തിൽ മേ ബി നമുക്ക് റിസൾട്ട് കിട്ടത്തില്ലായിരിക്കാം. നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കിട്ടാവുന്ന ആ ഒരു രീതിക്കാണ് നമ്മുടെ സ്കിന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. പക്ഷേ വിസിബിൾ റിസൾട്ട് അറിയാൻ മേ ബി എല്ലാ സ്കിൻ ടൈപ്പും ഒരുപോലെ അല്ലല്ലോ. സോ ചിലർക്ക് കുറച്ച് വ്യത്യാസം വരാം. അതുകൊണ്ട് 2-3 ദിവസം കൂടെ ഒന്ന് നോക്കുക.
അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഡെയിലി യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ദിവസം മാത്രം, മുന്നൊന്നും നിങ്ങൾ സ്ക്രബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യത്തെ ദിവസം മാത്രം ഇത് അപ്ലൈ ചെയ്ത് സ്ക്രബ് ചെയ്യുക വാഷ് ചെയ്യാൻ സമയത്ത്. അല്ലാതെ ബാക്കി ദിവസങ്ങളിൽ വെറുതെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നിറയെ വെള്ളം ഒഴിച്ച് കഴുകി മാത്രം കളഞ്ഞാൽ മതി. ഓക്കെ, ഇതാ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ രീതിക്ക് വേണം നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ബ്രൈറ്റ്നസ് വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട്. അല്ലാതെ സാധാരണ ഡേ ടു ഡേ ലൈഫിൽ നമുക്കൊരു പാക്കായിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഇനി നിങ്ങൾ 3 ദിവസത്തെ ചലഞ്ച് എടുത്ത് 3 ദിവസം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അതിനുശേഷവും ഈ പറയുന്ന രീതിക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്യാം. ആഴ്ചയിൽ ഒരു 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ടല്ല, 2-3 ദിവസം ഇടവിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു ദിവസം അപ്ലൈ ചെയ്യുക, പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇടവിട്ട് ആഴ്ചയിൽ 3 ദിവസം അപ്ലൈ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിന്നിന് ഡാമേജ് ഒന്നും ഉണ്ടാവാതെ നല്ല രീതിയിൽ കൊണ്ട് നടക്കാനായിട്ട് പറ്റും. സ്കിൻ കെയർ പ്രോപ്പറായിട്ട് ചെയ്താൽ നിങ്ങൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ക്രീമും വാങ്ങേണ്ട കാര്യം ഉണ്ടാവത്തില്ല. തീർച്ചയായിട്ടും ഇതിൽ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം അറിയാനായിട്ട് പറ്റും. ഇത് ഒരു നോർമലി നമുക്ക് സൺ ടാൻ, വെയിലേറ്റ കരിവാളിപ്പ്, ഒട്ടും ശ്രദ്ധിക്കാത്തത്, പാക്കൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ സ്കിന്നൊന്ന് ഡാമേജ് ആയി അല്ലെങ്കിൽ അത്ര നല്ല കെയർ ഒന്നും കൊടുക്കാത്തത് പോലെ തോന്നുന്നവർക്കാണ്. അല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സിവിയർ ആയിട്ടുള്ള സ്കിൻ ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ തന്നെ കാണണം. ഇതൊക്കെ നോർമൽ കേസിൽ നമ്മുടെ അശ്രദ്ധ കാരണം ഉണ്ടാകുന്ന പാടുകൾ, അതുപോലെ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്ന സൺ ടാൻ, ഇതൊക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഒരു പാക്ക് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കട്ടിയായാലും കുറച്ച് ലൂസ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് വെള്ളം പോലെയല്ല, എന്നാൽ ഒത്തിരി കട്ടിയായിട്ടും വേണ്ട. ആ ഒരു ബാറ്റർ കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എടുത്തപ്പം ഒരിച്ചിരി ലൂസായിട്ട് തോന്നുന്നുണ്ട്. ഇച്ചിരിയും കൂടെ കട്ടി ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇത് ഒരു 20 മിനിറ്റൊക്കെ നമുക്ക് സ്കിന്നിൽ വെച്ചിരിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ ഡ്രൈ ആകുന്നതായിട്ട് തോന്നുന്നത് ആ ഒരു സമയത്ത് വെള്ളം നന്നായിട്ട് തളിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളയുക. ഇനി സ്ക്രബിങ് ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസം മാത്രം ഇത് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു മസാജ് നമ്മുടെ ഫിംഗർ ടിപ്സ് വെച്ച് വളരെ ജെൻറ്റിലായിട്ട് ഒരു മസാജ് കൊടുക്കുക. എത്ര ഏജ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ സ്കിൻ സെൽസൊക്കെ വളരെ ഡെലിക്കേറ്റ് ആണ്, സോഫ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരച്ചൊരച്ച് ഒന്നും ചെയ്യരുത്. സോഫ്റ്റായിട്ട് ജെൻറ്റിലായിട്ട് പതിയെ മസാജ് കൊടുക്കുക. എന്നിട്ട് നമുക്കത് വെള്ളം നിറയെ തളിച്ചു കൊടുത്ത് വാഷ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമുക്ക് സ്ക്രബിങ് ചെയ്തില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, ഈ പാക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇത് നിങ്ങൾ ആഴ്ചയിൽ 3 ദിവസം അപ്ലൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഡെഡ് സെൽസ് എന്ന് പറയുന്ന പ്രോബ്ലമേ ഉണ്ടാവത്തില്ല. നല്ല രീതിയിൽ അതൊക്കെ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടാവും. സ്കിന്ന് ഞാൻ ഇവിടെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ലൈറ്റിങ്ങിൻ്റെ ചെറിയ ഇഷ്യൂസ് കാരണമാണ് എൻ്റെ ഫേസ് ഇപ്പോൾ വേറെ ഒരു ഫേസ് പോലെ ഇരിക്കുന്നത്. ഇത് ഞാൻ ഈ ക്യാമറ യൂസ് ചെയ്ത് വരുന്നതേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് ചെറിയ ക്യാമറ ട്രിക്കൊക്കെ മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ്. ലൈറ്റ് നിങ്ങൾ കാര്യമാക്കരുത് പ്ലീസ്. എൻ്റെ സ്കിന്നിൽ സൺ ടാൻ ഒന്നും തന്നെ ഇല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലത്തെ ഹോം മെയ്ഡ് ആയിട്ടുള്ള പാക്സ് തന്നെയാണ് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കഴിഞ്ഞ 1 വർഷമായിട്ട് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ടും ഹോം മെയ്ഡ് ഐറ്റംസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള ഐറ്റംസ് തന്നെയാണ്. ഓക്കെ, സോ എൻ്റെ മുഖത്ത് ഇപ്പോൾ എനിക്കിങ്ങനെ അത് കഴിഞ്ഞ് ഇത് വന്നു, ഇത് കഴിഞ്ഞ് അത് വന്നു എന്ന് കാണിക്കാൻ സൺ ടാൻ ഇല്ല. പക്ഷേ ഇത് തന്നെയാണ് എൻ്റെ ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത പാക്ക്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാക്കും കൂടെയാണ്. അപ്പോൾ നമ്മളിവിടെ മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും പാക്ക് അപ്ലൈ ചെയ്ത് നന്നായിട്ട് കഴുകി കളഞ്ഞതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പകലോ രാത്രിയോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പാക്ക് യൂസ് ചെയ്യാം. രാത്രി ആണെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്, വളരെ വളരെ എഫക്റ്റീവാണ്. 15 മിനിറ്റ് ആണോ 20 മിനിറ്റ് ആണോ നിങ്ങളുടെ ഫേസ് പാക്ക് ഡ്രൈ ആകാൻ എടുക്കുന്ന സമയം എന്ന് വെച്ചാൽ ആ ഒരു സമയം വരെ മാത്രം മുഖത്ത് വെച്ചിരുന്നിട്ട് വാഷ് ചെയ്താൽ മതി. 10 മിനിറ്റിന് മുന്നേ നിങ്ങളുടെ പാക്ക് ഡ്രൈ ആയി പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഈ ഒരു രീതിക്ക് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. സൂപ്പർ റിസൾട്ട് കിട്ടും കേട്ടോ. അടിപൊളി റിസൾട്ട് കിട്ടും. ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സേവ് ചെയ്തൊക്കെ വെച്ചോ. കാര്യം ഇത് അടിപൊളിയാണ്, അൾട്ടിമേറ്റ് റിസൾട്ട് കിട്ടും. സോ അത്രയും റിസൾട്ടുള്ള വീഡിയോ അല്ലേ, അപ്പോൾ നമ്മൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ